എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈശ്വര, കൊച്ചേട്ടൻ ഇന്നിവിടെ നാശകോശമാവും. വീണ ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ മഹതിയായ ആരോഗ്യമന്ത്രി. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ തെറ്റുള്ളത്. അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇന്നത്തെ ദേശാഭിമാനി വായിച്ചില്ലേ? കേന്ദ്രമന്ത്രി കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കാണാൻ വിസമ്മതിച്ചു. അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചു എന്നാണ് ഹെഡിങ്. അത് വായിച്ചാൽ എല്ലാ സംശയവും തീരും. ഞാൻ എല്ലാ ദിവസവും ദേശാഭിമാനി വായിക്കാം. ഇത് കണ്ടകശനി കൊണ്ടേ പോകും. ദേശാഭിമാനി വായിച്ചാൽ നമുക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. ഇത്ര സത്യസന്ധമായിട്ട് നേരത്തെ അറിയിക്കുന്ന വേറൊരു പത്രവും ഈ കേരള സംസ്ഥാനത്തിൽ. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. സമയം കിട്ടുമ്പോൾ കൈരളി ചാനലും കാണും. ഈ വീണ ജോർജ് തന്നെ ആദ്യം കൈരളി ചാനലിൻ്റെ ഒരു വാർത്താ അവതാരകയായിട്ട് ആണ് മാധ്യമരംഗത്ത് വന്നതെന്ന് ഞാൻ കേട്ടിട്ട് എനിക്കറിയില്ല. ഞാൻ കാണുന്ന സമയത്ത് അവർ മനോരമയിലായിരുന്നു. പിന്നീട് ഇന്ത്യ വിഷൻ ചാനലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം. അതെ, കാര്യമുണ്ട്. അവർ മാധ്യമ പ്രവർത്തകയായതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് മാധ്യമങ്ങളോട് വലിയ പുച്ഛമാണ്, പരിഹാസമാണ്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനോട്. എന്നെ സംശയിക്കരുത്. പണ്ട് മുതലേ വീണ ജോർജിന് ഒരു പ്രത്യേക സവിശേഷമായ താല്പര്യമുണ്ട്. ഓർമ്മിക്കുന്നില്ലേ, ഇവർ പത്തനംതിട്ടയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ നിങ്ങളെന്തോ സർവേ നടത്തി വീണ ജോർജ് തോറ്റുപോകുമെന്ന് പ്രവചിച്ചു. വീണ ജോർജ് കോപാകുലയായി. ഞാൻ തോൽക്കുമെന്ന് പറയാൻ ഏഷ്യാനെറ്റിൻ്റെ കയ്യിൽ എന്ത് ഡാറ്റയാണുള്ളത്, ഞാൻ ജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ വോട്ടിനെ കഴിഞ്ഞപ്പോൾ യന്ത്രത്തിൻ്റെ തകരാറുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ തോറ്റുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ബിനു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നു. തനി രാവണൻ 10 തലയായവന്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല തമാശകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വീണ ജോർജ് ക്യൂബൻ സംഘത്തെ കാണാൻ പോകുക എന്നുള്ള കാര്യം ഇന്നിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. കാരണം ക്യൂബയും ഇന്ത്യയും തമ്മിൽ, ക്യൂബയും കേരളം തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് നവോത്ഥാനം ഈ രാജ്യത്ത് വികസിക്കുന്ന, നമ്മുടെ സംസ്ഥാനത്ത് വികസിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ക്യൂബ മുകുന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഓർക്കുന്നു. സത്യം പറഞ്ഞാൽ ചൈനയിലോ ക്യൂബയിലോ പോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുപോലെ ക്യൂബ വിജയൻ എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടും. MA BB ഒക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഫിഡിൽ കാസ്ട്രോ ഉള്ള സമയത്ത് കാലത്ത് വൈകുന്നേരം ബേബിയോട് ചോദിച്ചിട്ടാണ് അദ്ദേഹം നയപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പായി കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രത്തിൽ നിന്ന് ചില ആളുകൾ വരുമ്പോൾ അവിടുത്തെ ആരോഗ്യ പരിപാലന രീതികൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇവിടുത്തെ വമ്പിച്ച കുതിപ്പ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുമാണ് ശ്രീമതി പോയത്. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അതിന് ആർക്കെങ്കിലും ആക്ഷേപം പറയാൻ പറ്റുമോ? ആ കൂട്ടത്തിൽ നദ്ദയെ കാണുകയാണെങ്കിൽ കാണാം എന്ന് ആലോചിച്ചു. ഇനി നദ്ദയെ കണ്ടെങ്കിൽ തന്നെ ഈ ആശമാരുടെ കാര്യം പറയുന്നത് വിനോദമുണ്ട്. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയില്ല. ഞാൻ എഴുതി വെച്ചാൽ ഒരു കയ്യബദ്ധം എന്താ പറയാത്തറിയാമോ? ഈ പ്രശ്നം ഒരിക്കലും തീരരുത് എന്നാണ് സർക്കാരിന്റെ താല്പര്യം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഈ KB തോമസ് മുഖേന നിർമ്മല സീതാരാമനെ കണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു, പല കാര്യങ്ങളും അവിടെ സംസാരിച്ചു, ചർച്ച ചെയ്തു, ഏകദേശ ധാരണയിലെത്തി. പക്ഷേ ഈ ആശമാരുടെ കാര്യം പറഞ്ഞില്ല. എന്താ പറയാത്തത്? ആശമാരുടെ കാര്യം തീർക്കണമെന്ന് മൂപ്പിലാണ് താല്പര്യമില്ല. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? കാരണഭൂതന് താല്പര്യമില്ല. താല്പര്യമില്ലാത്തതിൻ്റെ കാരണം CITUവിൻ്റെ നേതൃത്വത്തിലല്ല ഇവർ സംഘടിച്ച് സമരം ചെയ്തത്. CITUവിൻ്റെ നേതൃത്വത്തിൽ സംഘടിച്ച് സമരം ചെയ്തിട്ട് പോലും KSRTC എംപ്ലോയീസിൻ്റെ കാര്യം ഇന്നുവരെ പരിഹാരമായിട്ടില്ല. പിന്നെയാണ് ഇവിടെ SUCI എന്ന് പറഞ്ഞ ഇവർക്ക് തീരെ കണ്ടുകൂടാത്തൊരു സംഘടനയുടെ നേതൃത്വം എന്ന് പറഞ്ഞുകൂടാ, അവരുടെ പരോക്ഷമായ പിന്തുണയോട് ഇവിടെ ഇങ്ങനെ ഒരു സമരം നടക്കും. അതിനേക്കാൾ ഉപരി ഈ സമരത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? നേതൃത്വം കൊടുത്തതെന്ന് പറയാൻ പറ്റില്ല. വഴിമരുന്ന് ഇട്ടിട്ടുള്ള, ഇപ്പോൾ കേരളയിലടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പല പുരോഗമന നവോത്ഥാന പദ്ധതികൾക്കും തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ഷാജർ ഖാനും മിനിയുമൊക്കെയാണ്. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? അപ്പോൾ അവരോട് കാരണഭൂതന് തീരെ താല്പര്യമില്ല. കാരണം ആശമാരുടെ പ്രശ്നം തീർക്കാൻ ഇദ്ദേഹത്തിന് പറ്റായിട്ടാണോ? ഇവരുടെ പ്രശ്നം തീർത്താൽ, ഇവർക്ക് 100-200 രൂപ കൂട്ടിക്കൊടുത്താൽ കേരളത്തിൻ്റെ ഇപ്പം തന്നെ പൊളിഞ്ഞു കിടക്കുന്ന ഖജനാവ് ഒന്നുകൂടി പൊളിഞ്ഞു ധരിച്ചിട്ടുണ്ടോ? അല്ല, എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കാശുണ്ടല്ലോ. PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ പൈസ ഉണ്ട്. ഹൈക്കോടതിയിലെ സർക്കാർ വക്കീലന്മാർക്ക് കൂട്ടി കൊടുക്കാൻ പൈസ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പൈസ ഉണ്ട്. എന്താണ് ഫയർ എഞ്ചിന്റെ സഹായം പിന്തുണയോടി പോകാൻ പുള്ളിക്ക് പൈസ ഉണ്ട്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത്.
ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. മന്ത്രിമാർക്കും സ്പീക്കർക്കും ഒക്കെ പുതിയ പുതിയ കാറുകൾ വാങ്ങാനായിട്ട് ഒരു ലോഭവും ഇല്ല. എത്ര മണിക്കൂണ്ട് ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. റിട്ടയർ ചെയ്ത IAS വാരിക്കോരി കൊടുക്കാനുണ്ട്. ഇല്ല TK ജോസിന് എത്ര ശമ്പളം? അതുപോലെ അടുത്ത കാലത്തൊക്കെ നിയമിക്കപ്പെട്ട ഓരോരുത്തർക്കും എത്രയാണ് പെൻഷന് പുറമെ എത്രയാണ് കൊടുക്കുക? ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ? അത് അതിനൊക്കെ പൈസ ഉണ്ടല്ലോ. ആശമാർക്ക് കൊടുക്കാൻ മാത്രമേ പൈസ ഇല്ലാതുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്, അവർക്ക് കൊടുക്കാൻ വിരോധം ഉണ്ടായിട്ടില്ല. ഇവരുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റുകയില്ല. ഈ ശാഠ്യമാണ്. ഇതാണ് യഥാർത്ഥ കാര്യം. വീണ ജോർജിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരുടെ മുതലാളിയായിരിക്കുന്ന മറ്റേ പുള്ളിയുണ്ടല്ലോ, പുള്ളി ഭയങ്കര എതിരാണ്. തല്ലി കൊന്നാലും ഈ പ്രശ്നം തീർക്കുകയില്ല എന്നുള്ളതാണ് വിഷയം. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അതുകൊണ്ടല്ലേ ഈ ഇളവരെ കരിമടക്കമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ അസംബന്ധം ആഭാസത്തിലൊക്കെ പറയും. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. CITUവിൻ്റെ ഓരോ നേതാക്കന്മാരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ആശാപ്രവർത്തകരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ മുഖേന ഇവരോടുള്ള താല്പര്യം വർദ്ധിക്കും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസവങ്ങളുടെ കാര്യങ്ങൾ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും CPM നിന്ന് ചർച്ചയ്ക്ക് പോകുന്ന ആളുകളെന്താ പറയുന്നത്, മന്ത്രിമാരെന്താ പറയുന്നത്? ഓരോ മന്ത്രിയും മത്സരിച്ചല്ലേ ഇവരുടെ സമരത്തെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചവിട്ടിത്തേക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രശ്നം തീരാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശാഠ്യം കൊണ്ടും ദുശാഠ്യം കൊണ്ടുമാണ്. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ. പിന്നെ ഇവിടെ നിന്ന് വെറുതെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രി അപ്പം തന്നെ താലമെടുത്ത് ഇവരെ കുരുത്തോലയൊക്കെ കീറി തൂക്കി ഈ കൊലവാഴയും ചെന്തക്കിൻ്റെ കരിക്കൊക്കെ വെച്ച് നമ്മുടെ നാട്ടുപുറത്തൊക്കെ ചില സ്വീകരണ യോഗങ്ങൾ നടത്തുന്ന പോലെ, അല്ലെ അമ്പലത്തിൽ താലപ്പൊലിക്കൊക്കെ ചെയ്യുന്ന പോലെ വീണ ജോർജിനെ താലം എടുത്ത് കൊണ്ട ചെല്ലൊന്നുമില്ല എന്നറിയാനുള്ള ബുദ്ധിയൊക്കെ അവർക്കുണ്ട്. അത്യാവശ്യം ബുദ്ധിയും വിവരവും ബോധമൊക്കെ ഉള്ള സ്ത്രീയാണ് വീണ ജോർജ്. അതുകൊണ്ട് ശ്രീമതി ടീച്ചറിനെ പോലെ അങ്ങോട്ട് ഉടനെ തള്ളിക്കയറി ചെല്ലുന്ന വീണ ജോർജിനെ അറിയാം. ഇങ്ങനൊരു കത്തെഴുതി അയച്ചാലൊന്നും JP നഡ്ഡ അനുമതി നൽകുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്താണ്. പിന്നെ മാധ്യമങ്ങളൊക്കെ പറയട്ടെ, സർക്കാർ എല്ലാം ചെയ്തു എന്നൊരു വരുത്തി തീർക്കാൻ ഇപ്പം ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്നൊരു ഉദ്ദേശം ഒരുപക്ഷം ഉണ്ടായിരുന്നു. വെറുതെ ഒരു കത്തെഴുതി 19 തീയതി രാത്രി ഇവിടെ നിന്ന് ഫാക്സ് ചെയ്ത് കൊടുത്താൽ 20 തീയതി നഡ്ഡ അവിടെ താലപ്പൊലി എടുത്ത് സ്വീകരിക്കൊന്നുമില്ല എന്നുള്ള കാര്യം ആർക്കും അറിയാം. അത് സകല ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. വീണ ജോർജിനും അറിയാവുന്ന കാര്യമാണ്. ദേശാഭിമാനിയുടെ ലേഖകനും അറിയാവുന്ന കാര്യമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ നിസ്സഹകരണം കാരണം ആശാമാർക്ക് കൊടുക്കുന്നില്ല എന്ന് ഇടതുപക്ഷ പാർട്ടിക്കാരെ, പ്രത്യേകിച്ച് CPM-കാരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനത് ഒരു പക്ഷം ഉപകരിച്ചേക്കാം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. കാരണഭൂതൻ ഒരു കാരണവശാലും ഈ ആശമാർക്ക് 5 പൈസയെങ്കിലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ തയ്യാറാവണമെങ്കിൽ എന്തെയ്യണം വെച്ചാൽ ഈ സമരത്തിന്റെ നേതൃത്വം സഖാവ് ഇളമരം കരീമിനെയും അദ്ദേഹത്തിന്റെ മറ്റ് കീഴ് സിൽബന്ധികളെ ഏൽപ്പിക്കണം. എന്നാലും പോരാ, ഇപ്പോൾ ഉള്ള ആളുകളെ അവിടെ നിന്ന് പുറത്താക്കി ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കണം. ഇത്ര കാര്യമുള്ളൂ. ഇതാണ് ഇതിൽ യഥാർത്ഥ വിഷയം. എന്തായി വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.